ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പോൾ 19th ഫ്ലോറിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവര് അത് പോയി കണ്ടിട്ട് വരിക, എന്നാലേ ഇതിന്റെ ബാക്കി മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരെ കുറച്ച് മോൺസ്റ്റേഴ്സ് ഓട്ടിച്ച് ബ്ലോക്ക് ആക്കി നിർത്തിയില്ലായിരുന്നു. ഇതേ നേരം തന്നെയല്ലേ അങ്ങോട്ടൊരു പയ്യൻ വന്ന് അവനെ നമുക്ക് ഹീറോ എന്ന് വിളിക്കാം കേട്ടോ. അപ്പം ഹീറോ വന്നിട്ട് ഒരു പാത്രം വെച്ച് അവിടെ ഇട്ട് കൊട്ടുകയാണ്. ഇതേ നേരം തന്നെ അവിടെ നിന്ന് ആ മോൺസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, ആ മോൺസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ നായകന്റെ പിറകെ പോവുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയിനും കൂട്ടരും ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടി ഒരു സ്ഥലത്ത് വരുവാണ്. ഇതേ നേരം തന്നെ അവിടെ അവർ വീണ്ടും ബ്ലോക്ക് ആവുകയാണ്. കാരണം വേറെ വഴിയൊന്നും ഇല്ല അങ്ങോട്ട് പോകാൻ. ഇതേ നേരം തന്നെ മോൺസ്റ്റേഴ്സ് അവരെ വീണ്ടും വളയുകയാണ്. എന്നാലൊരു പ്രശ്നം സംഭവിച്ചു കേട്ടോ. അതായത് അവര് നിന്നത് ഒരു പൊളിഞ്ഞ വാതിലിന്റെ കീഴിലായിരുന്നു. ആ വാതിലും മറിച്ചിട്ടിട്ട് ഇവരെല്ലാരും കൂടെ തറയെ വന്ന് വീഴാണ്. ഇതേ നേരം തന്നെ അവിടെ നമ്മുടെ നായകൻ നിപ്പുണ്ടായിരിക്കും, അതായത് ഹീറോ നിപ്പുണ്ടായിരിക്കും. അപ്പൊ ഹീറോ പറയാണ് എന്നെ ഫോളോ ചെയ്ത് വരാൻ. അങ്ങനെ എല്ലാരും കൂടെ ഈ ഹീറോനെ ഫോളോ ചെയ്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇവരെ കൊണ്ടുവരുന്നത് ഒരു സ്റ്റോർ റൂമിലാണ് കേട്ടോ. കുറെ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്ന ഒരു സ്ഥലത്ത്. എന്നിട്ട് അവിടെ കയറിയിട്ട് ഡോറ് കുറ്റിയിടുകയാണ്. ഇതേ നേരം തന്നെ ആ റൗഡി പയ്യൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ ഹീറോ പറയും, ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കാണ് ഇവിടെ വന്നതെന്ന്. എന്നിട്ട് ഹീറോ പറയും, ഒന്നെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു റിയൽ വേൾഡ് ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഡൈമെൻഷനോ പാരലൽ വേൾഡോ വല്ലതും ആയിരിക്കും എന്ന് പറയും. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് ഈ അങ്കിൾ ഉണ്ടല്ലോ, ഈ അങ്കിൾ ആണെങ്കിൽ ഒരു പെട്ടി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ പെട്ടി തുറക്കുന്ന സമയത്ത് ഒരു 6 കവറിനകത്ത് എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ആ കവറിനകത്ത് 19 എന്ന് പറഞ്ഞ് നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കവർ വീതം എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ സഞ്ചി തുറന്നു നോക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ വീതം കിട്ടുകയാണ്. നമ്മുടെ ഹീറോയിന് കിട്ടിയത് ഒരു മാപ്പാണ് കേട്ടോ. ആ അമുൽ പയ്യന് കിട്ടിയത് ഒരു മെഴുകുതിരിയാണ്. പിന്നെ റൗഡി പയ്യന് ഒരു കോടാലിയാണ് കിട്ടുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത് ഒരു ലൈറ്റ് ആണ് കേട്ടോ, ടോർച്ച് ലൈറ്റ്. പിന്നെ അങ്കിളിന് കിട്ടുന്നത് ഒരു ഹെയർ ഡ്രയർ ആണ്. നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിക്ക് കിട്ടുന്നത് ഒരു പാനാണ് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അമൂൽ ബോയ് ആണെങ്കിൽ റൗഡി പയ്യന്റെ അടുത്ത് പറയുന്നുണ്ട് ഹീറോയിന്റെ ആ മാപ്പ് ഇങ്ങ് എടുക്കണമെന്ന്. അതായത് എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ആ മാപ്പ് ഇങ്ങ് തിരിച്ചു വാങ്ങണമെന്ന്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്ന 2 സാധനങ്ങൾ ഞാൻ കൈയുടെ ബാക്കിൽ വെച്ച് കെട്ടും, അതിൽ ഇഷ്ടമുള്ള നിനക്ക് സെലക്ട് ചെയ്യാം, അപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ ആ മാപ്പ് എനിക്ക് തരാൻ പറയും. അങ്ങനെ ഹീറോയിൻ ആ ഡീലിന് സമ്മതിക്കും കേട്ടോ. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ ആ കോടാലിയും മെഴുകുതിരിയും കൈയുടെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിൽ, അതായത് ഏത് കൈ സെലക്ട് ചെയ്യുന്നു ആ കയ്യിലിരിക്കുന്ന സാധനം തരാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ സെലക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കുമ്പം ആ റൗഡി പയ്യന്റെ ലെഫ്റ്റില് കോടാലിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പയ്യനാണെങ്കിൽ കോടാലി മാറ്റിയിട്ട് അവിടെ മെഴുകുതിരി ആക്കിയിട്ട് ഹീറോയിന് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കൂട്ടുകാരി പെൺകുട്ടി ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്, നീയൊക്കെ വെറും ചെറ്റകളാടാ, എന്തിനാടാ പറ്റിക്കുന്നതെന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ ഹീറോയിൻ നല്ല കാമായിട്ട് തന്നെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ റൗഡി പയ്യന്മാര് ആ മാപ്പും കോടാലിയായിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതും യവന്മാർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, റൗഡി പയ്യനും അമൂൽ ബോയും. ബാക്കി എല്ലാവരും ആ സ്റ്റോർ റൂമിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോറ് കുറ്റിയിടുകയാണ്. അങ്ങനെ ഈ റൗഡി പയ്യനും അമൂൽ ബോയും പോയ ശേഷം ഈ ഹീറോ ആണെങ്കിൽ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ അടുത്തും ഹീറോയിന്റെ അടുത്തും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഹീറോയിൻ ആണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മോൺസ്റ്റർ പിടിക്കാൻ വന്നപ്പം ഈ മോൺസ്റ്റർ വെളിച്ചത്തോട്ട് ഇറങ്ങുന്നില്ല. അതായത് ഈ മോൺസ്റ്ററിന് വെളിച്ചത്തിനെ പേടിയാണ്. ഇത് ഈ ഹീറോയിൻ അറിയാം കേട്ടോ. അങ്ങനെ ഒരു മോൺസ്റ്ററിനെ ആണെങ്കിൽ ഈ ഹീറോയിൻ കൊന്നിട്ടുണ്ട് വെളിച്ചം കാണിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അറിയാം ആ കോടാലി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവള് ട്രിക്കിലൂടെ ആ മെഴുകുതിരി അവന്മാരുടെ നിന്ന് പറ്റിച്ചു വാങ്ങിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടത് അവന്മാരാണ്, ഹീറോയിൻ അല്ല. അത് മാത്രമല്ല ഈ ഹീറോയിൻ ആണെങ്കിൽ മാപ്പ് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അവൾക്കത് വരയ്ക്കാൻ പറ്റും മാപ്പ്. അപ്പൊ സത്യം പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടത് അമൂൽ ബോയും റൗഡി പയ്യനുമാണ് കേട്ടോ. ഇത് ഹീറോയ്ക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ബുദ്ധിമതിയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ തറയിലുണ്ടല്ലോ ആ മാപ്പ് വരയ്ക്കുകയാണ്. എന്നിട്ട് പവർ യൂണിറ്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഇവിടുത്തെ കറണ്ട് ഓൺ ആക്കിയാൽ ഈ മോൺസ്റ്റേഴ്സിന് അവരുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, അവർക്ക് ലൈറ്റ് പേടിയാണ്. അതുകൊണ്ട് 2 കറണ്ട് യൂണിറ്റ് ഉണ്ട്, അതായത് 2 റൂമുണ്ട്. അവിടെയാണ് ഈ മെയിൻ സ്വിച്ച് എല്ലാം ഇരിക്കുന്നത്. അവിടെ പോയി ഓൺ ആക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ഹീറോയിനും ഹീറോയും ഒരു പ്ലാൻ ഉണ്ടാക്കും. 2 പേരുടെ കയ്യിലും വെളിച്ചമുണ്ടല്ലോ, അതായത് ഒരാളുടെ കയ്യിൽ മെഴുകുതിരി മറ്റേ ആളുടെ കയ്യിൽ ലൈറ്റുമാണ്. അപ്പം 2 പേര് 2 വഴിക്ക് പോയിട്ട് 2 യൂണിറ്റിൽ പോയി ഓൺ ആക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇവർ പുറത്തോട്ടിറങ്ങി പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ റൗഡി പയ്യനെയും അമൂൽ പയ്യനെയും കാണിക്കുകയാണ് കേട്ടോ. യവന്മാരെ കോടാലി ഇട്ടിട്ട് നേരത്തെ ഒരു ജനൽ കണ്ടില്ലായിരുന്നോ, ആ ജനലിലിട്ട് വെട്ടോടെ വെട്ട്, പക്ഷേ അത് പൊട്ടുന്നില്ല ആ ജനല്. അപ്പം യവന്മാര് ജനലിന്റെ പ്രാഗാണ്, ഇതെന്തൊരു ജനലാണാവോ, ഇതെന്ത് പൊട്ടാത്തേന്ന് വിചാരിക്കും. എന്നിട്ട് അവന്മാർ ആ മാപ്പ് എടുത്തിട്ട് വേറെ എക്സിറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, പക്ഷെ അതെന്തോ ബ്ലോക്ക് ആയിട്ട് കിടക്കുമെന്ന് മാപ്പിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഈ അമൂൽ ബോയ് എന്തോ കണ്ട് പേടിച്ചിട്ട് സൈഡിലോട്ട് നോക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ മോൺസ്റ്റർ ആണെങ്കിൽ വലിയൊരു കോടാലി എടുത്ത് അവന്മാരുടെ സൈഡിൽ വെട്ടാണ്. പക്ഷെ ഭാഗ്യവശാല് യവന്മാരുടെ 2 പേരുടെ ദേഹത്തും അത് കൊണ്ടില്ല കേട്ടോ. അങ്ങനെ യവന്മാരാണെങ്കിൽ ഈ മോൺസ്റ്റർ
മോൺസ്റ്ററിനെ കണ്ട് പേടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ അവിടെ നിന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ മെഴുകുതിരിയും കൊണ്ട് ആ ഫ്ലോറിൽ കൂടെ കറണ്ട് ഓണാക്കാൻ പോവുകയാണ്. അവിടെ കുറെ ഫ്രെയിം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ ഫ്രെയിം. അങ്ങനെ അതിലൊരു ഫോട്ടോ ഫ്രെയിം ആണെങ്കിൽ ഒളിക്കണ്ണിട്ട് ഈ ഹീറോയിനെ നോക്കുകയാണ്. പക്ഷെ ഹീറോയിൻ ഇത് കാണുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഈ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ആ ഫോട്ടോ ഫ്രെയിമിന് ജീവൻ വരുവാണ്. അതായത് അതിൽ നിന്നൊരു മോൺസ്റ്റർ ഇറങ്ങി വരാൻ നിൽക്കുകയാണ്. എന്നാലുണ്ടല്ലോ വെളിച്ചം കാണിക്കുന്ന സമയത്ത് അത് ഇറങ്ങി വരുന്നില്ല. നോക്കുന്ന സമയത്ത് എല്ലാ ഫോട്ടോ ഫ്രെയിമിൽ നിന്നും ഓരോ മോൺസ്റ്റേഴ്സ് വീതം ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ വെളിച്ചം കാണിക്കുന്ന സമയത്ത് അത് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. അതായത് ചെറുതായിട്ടേ നടക്കാൻ പറ്റൂ, കയ്യിൽ മെഴുകുതിരി ഉള്ളതുകൊണ്ട് അത് അണഞ്ഞു പോകും. അങ്ങനെ അവൾ പകുതി ദൂരം വരുന്ന സമയത്താണ് അവൾ എന്തോ ആലോചിച്ചിട്ട് തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയും അങ്കിളും ആ റൂമിൽ ഒറ്റയ്ക്കാണ്. ഇതേ നേരം തന്നെ ആ ഡോറിൽ ആരോ വന്ന് കൊട്ടുന്നുണ്ട്. അങ്ങനെ ആ ഡോറിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഈ കൂട്ടുകാരി പെൺകുട്ടി വിചാരിക്കുന്നത് അത് എന്തായാലും ഹീറോയിൻ ആയിരിക്കും എന്നാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ ഒരു വാള് ആ ഡോറും തുടച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരികയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ഈ കൂട്ടുകാരി അങ്കിളും ആണെങ്കിൽ ഒരു ഷെൽഫിന്റെ ബാക്കിൽ പോയി നിൽക്കുകയാണ്. അത് മാത്രമല്ല അങ്കിൾ ആണെങ്കിൽ ഒരു കസേര എടുക്കുകയാണ്. ഇനി മോൺസ്റ്റർ ആണെങ്കിൽ അടിക്കാണല്ലോ, മോൺസ്റ്റർ തന്നെ. അങ്ങനെ കസേര എടുത്തിട്ട് അടിക്കാൻ നിൽക്കുന്ന നേരം മോൺസ്റ്റർ തൊട്ട് ഫ്രണ്ടിലുണ്ട് കേട്ടോ. എന്നാൽ ഈ മോൺസ്റ്റർ ആണെങ്കിൽ ഉരുകി ചാമ്പലായി പോവാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോ പിറകിൽ നിന്ന് ടോർച്ച് ലൈറ്റ് അടിച്ചേക്കുകയാണ്. അപ്പം ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതെല്ലാം ചാമ്പലായി പോകും കേട്ടോ. ഒരു തുണി പോലെ അങ്ങ് ആയിപ്പോവും. അതായത് ചാമ്പൽ എന്ന് പറയാം, അല്ലെങ്കിൽ തുണി എന്ന് പറയാം. തുണി പോലെ അങ്ങ് നശിച്ചു പോകും. ഇതിനുശേഷം നമ്മുടെ ഹീറോയും അങ്കിളും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഫ്ലോറിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ റൗഡി പയ്യന് അമൂൽ പയ്യനും ആണെങ്കിൽ പേടിച്ച് ഓടിക്കൊണ്ട് വരികയാണ്. ഇതേ നേരം തന്നെ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവരുടെ തൊട്ട് പിറകെ ഉണ്ട് കേട്ടോ. യവന്മാരാണെങ്കിൽ ഈ 3 പേരെ പാസ് ചെയ്ത് പോവാണ്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യൻ നോക്കുന്ന സമയത്ത് ഇവരാരും പേടിക്കുന്നില്ല. ഇതേ നേരം തന്നെ ഈ ഹീറോ ആണെങ്കിൽ ആ ടോർച്ച് എടുത്തിട്ട് ആ മോൺസ്റ്ററിനെ നശിപ്പിച്ച് കളയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് റൗഡി പയ്യന് മനസ്സിലായി ഇവരുടെ കൂടെ നിന്നാലേ ഇനി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ റൗഡി പയ്യനും അമൂൽ പയ്യനും ആണെങ്കിൽ നമ്മുടെ ഹീറോയുടെയും കൂട്ടരുടെയും കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ റൗഡി പയ്യനാണെങ്കിൽ അമൂൽ പയ്യന്റെ അടുത്ത് പറയുന്നുണ്ട് ആ ടോർച്ച് തട്ടിയെടുക്കണമെന്ന്. അതായത് ടോർച്ച് അവരുടെ നിന്ന് പിടിച്ചു വാങ്ങണമെന്ന്. അങ്ങനെ അവരൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അമൂൽ ബോയ് ആണെങ്കിൽ നമ്മുടെ ഹീറോയെ ആക്രമിക്കാൻ ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ഹീറോ ആണെങ്കിൽ അമൂൽ ബോയിനെ പിടിച്ചിട്ട് ഫിറ്റിയിൽ ചെറുക്കാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ഈ റൗഡി പയ്യൻ ഉണ്ടല്ലോ, ഈ റൗഡി പയ്യൻ ആണെങ്കിൽ കൂട്ടുകാരി പെൺകുട്ടിയുടെ കഴുത്തില് ആ കോടാലി വെച്ചിട്ട് ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു ഡീല് പറയാണ് ആ ടോർച്ച് ലൈറ്റ് തരുവാണെങ്കിൽ എവളെ വെറുതെ വിടാന്ന്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ ടോർച്ച് ലൈറ്റ് തരാം, പക്ഷെ ആ കോടാലി തരണമെന്ന് പറയും. അങ്ങനെ ഹീറോ പറയാണ് ഞാൻ 3 വരെ എണ്ണണേന് മുമ്പ് ഓരോരുത്തരുടെ സാധനം ദൂരോട്ട് എടുത്ത് എറിയാൻ പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പറയും. അങ്ങനെ അവര് 3 വരെ എണ്ണീട്ട് എറിയാൻ തുടങ്ങുകയാണ്. പക്ഷെ ഉണ്ടല്ലോ ഈ ഹീറോയും റൗഡി പയ്യനും എറിയത്തില്ല. ഇതേ നേരം തന്നെ ഈ അങ്കിൾ ആണെങ്കിൽ അവരുടെ 2 പേരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ടോർച്ച് ലൈറ്റ് ഈ റൗഡി പയ്യന് കൊടുക്കാൻ നേരം ഈ റൗഡി പയ്യനും കോടാലി കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഈ റൗഡി പയ്യനാണെങ്കിൽ ടോർച്ച് ലൈറ്റ് വാങ്ങിച്ചിട്ട് കോടാലി കൊടുക്കാതിരിക്കാൻ നോക്കുന്ന സമയം ഈ പെൺകുട്ടിയാണെങ്കിൽ കാലിലിട്ടൊരു ചവിട്ട്. അപ്പം അവൻ വേദന കൊണ്ടിട്ട് ആ കോടാലി അങ്കിൾ ഇങ്ങ് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കോടാലി എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കോടാലി എടുത്ത് അമൂൽ പയ്യന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ് മര്യാദയ്ക്ക് ടോർച്ച് തന്നോളാൻ പറയും. ഇതേ നേരം തന്നെ റൗഡി പയ്യനാണെങ്കിൽ അമൂൽ പയ്യന്റെ അടുത്ത് സോറി പറയാണ്, എടാ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് ഈ റൗഡി പയ്യനാണെങ്കിൽ ദൂരോട്ട് ഓടി പോവാണ് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോഴാണെങ്കിൽ ഈ റൗഡി പയ്യന് വല്ലാതെ വിഷമമായി കേട്ടോ. അങ്ങനെ വിഷമം വന്നിട്ട് ഈ റൗഡി പയ്യനാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോ പറയാണ് ശ്രദ്ധിച്ചിരുന്നു മോൺസ്റ്റേഴ്സ് ഒക്കെ ഇപ്പം വരുമെന്ന് പറയും. അപ്പം ഈ റൗഡി പയ്യനാണെങ്കിൽ ആകെ തകർന്നു പോയി. കാരണം കൂട്ടുകാരനല്ലേ ഇങ്ങനെ ചതിച്ചത്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഹീറോയും കൂട്ടരും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഇച്ചിരി കഴിയുന്ന സമയത്ത് നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ഈ അമൂൽ പയ്യന്റെ അടുത്ത് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയാ ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ഇതൊരു പ്ലാനാണ്, സത്യം പറയാല്ലേ നിന്നെ ഒറ്റുന്ന കണക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇതൊരു സ്ട്രാറ്റജിയാന്ന് പറയും. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയും കൂട്ടരെയാണ് കേട്ടോ. അവരാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ഒരു തീപ്പെട്ടി കത്തിച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അവര് വിചാരിക്കും മോൺസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെ പതിയെ തീപ്പെട്ടി കത്തിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്ന നേരം അത് മോൺസ്റ്റർ ഒന്നും അല്ല കേട്ടോ, അത് നമ്മുടെ ഹീറോയിനാണ്. അപ്പം ഫ്രണ്ടേ പോകുന്നത് നമ്മുടെ ഹീറോ അല്ലേ. അപ്പം ഹീറോ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം ഈ ഹീറോയിൻ അല്ലേ. അപ്പം അവര് തമ്മിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിനോട് ഒരു ക്രഷ് അടിച്ച പോലെ ഒരു ഫീലിലാണ് ഹീറോ ഇങ്ങനെ മയങ്ങി അവിടെ നിൽക്കുന്നത്. ഇതേ നേരം തന്നെ കൂട്ടുകാരി അവനെ തള്ളി മാറ്റിയിട്ട് ഹീറോയിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ റൗഡി പയ്യന്മാരെയാണ് കേട്ടോ. യവന്മാരാണെങ്കിൽ നടന്ന് ഈ പവർ റൂമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്മാർ അതിനകത്ത് കയറുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനെയൊക്കെ കാണിക്കുകയാണ്. അവരും വേറൊരു പവർ റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരും അതിനകത്ത് കയറുകയാണ്. എന്നിട്ട് പുറത്തുനിന്ന് ഡോർ പിടിച്ച് ലോക്ക് ചെയ്യാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ ഹീറോയും ഹീറോയിനൊക്കെ ആണെങ്കിൽ
ആണെങ്കിൽ അവിടുത്തെ എല്ലാ സ്വിച്ചും പിടിച്ച് ഓൺ ആക്കുകയാണ് ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ലൈറ്റും വന്നില്ല, കറണ്ടും വന്നില്ല, ഒന്നും വന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ വില്ലൻ പയ്യന്മാരുണ്ടല്ലോ, അവന്മാരാണെങ്കിൽ അവിടുത്തെ കുറച്ച് സ്വിച്ചൊക്കെ പിടിച്ച് ഓൺ ആക്കുകയാണ്. ഇതേ നേരം ഫാൻ മാത്രം ഓൺ ആവുകയാണ് കേട്ടോ. അപ്പം അതാണെങ്കിൽ നമ്മുടെ റൗഡി പയ്യന്മാരുടെ റൂമിലെ ഫാനും ഹീറോയിൻ നിൽക്കുന്ന ഫാനും ഓൺ ആവുകയാണ്. ഇതേ നേരം തന്നെ അവരവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാതിലിന്റെ കീഴിൽ. കാരണം എന്താ, ഈ മോൺസ്റ്റേഴ്സ് വരുമ്പം വെളിച്ചം അടിച്ചിട്ട് അങ്ങോട്ട് വരാതിരിക്കാനായിരുന്നു അവിടെ കത്തിച്ചു വെച്ചത്. അപ്പൊ ഫാൻ അടിച്ചിട്ടാണെങ്കിൽ അതിങ്ങനെ അണയാൻ പോവാണ്. ഇതേ നേരം തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടിയും അങ്കിളും ആണെങ്കിൽ അത് അണയാതെ നോക്കുകയാണ്. അപ്പൊ മോൺസ്റ്റേഴ്സ് ഇങ്ങനെ വാതിലിന്റെ പുറത്ത് കുറെ നിപ്പുണ്ട് കേട്ടോ. അപ്പം ഈ വെളിച്ചം അണയുകയാണെങ്കിൽ ഇവരെന്തായാലും അകത്ത് കയറും. അതുമാത്രമല്ല, ഈ മെഴുകുതിരി ഉണ്ടല്ലോ കത്തി തീരാറായി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വില്ലൻ പയ്യന്മാരെയാണ്. യവന്മാരുടെ ലൈറ്റിന് ഒരു തീരുമാനമായി കേട്ടോ. ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ മിന്നി മിന്നി കത്താണ്. അത് മാത്രമല്ല, അവന്മാർ അടച്ചിരുന്ന ആ ഡോറൊക്കെ തകർത്തിട്ട് ഈ മോൺസ്റ്റേഴ്സ് അകത്തോട്ട് കയറി വരികയാണ്. അപ്പം യവന്മാർ ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയിനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ലൈറ്റ് കത്താത്തത് എന്തെന്ന് നോക്കുന്ന സമയത്ത് അതാണെങ്കിൽ അവിടുത്തെ ലൈറ്റിന്റെ മെയിൻ സ്വിച്ചിനകത്ത് ഫ്യൂസ് ഇല്ല കേട്ടോ. അതിപ്പോ എങ്ങനെയെങ്കിലും ഫ്യൂസ് വെക്കണം. അപ്പൊ അതിനൊരു കോപ്പർ വയർ വേണം കേട്ടോ. ഇതേ നേരം തന്നെ ആ ഡോറിനകത്ത് മോൺസ്റ്റേഴ്സ് മെഴുകുതിരി അണഞ്ഞിട്ട് മോൺസ്റ്റേഴ്സ് വന്ന് കൊട്ടുകയാണ്. അപ്പൊ അത് എന്തായാലും ഇപ്പൊ പൊളിച്ച് വരും കേട്ടോ. ഇതേ നേരം തന്നെ ഈ ഹീറോ ആണെങ്കിൽ മറ്റേ അങ്കിളിന്റെ ഹെയർ ഡ്രയർ ഇല്ലേ, അത് അടിച്ചു പൊട്ടിച്ച് അതിനകത്തുനിന്ന് കോപ്പർ വയർ എടുത്ത് ഹീറോയിന് കൊണ്ട് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഫ്യൂസ് കെട്ടുകയാണ് കേട്ടോ. അപ്പം ഈ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടെ റൂം പൊളിച്ചിട്ട് അകത്തോട്ട് കയറി വന്നായിരുന്നു. ഇതേ നേരം തന്നെ ഈ ഹീറോയിൻ ആണെങ്കിൽ അത് പെട്ടെന്ന് കെട്ടാൻ നോക്കുകയാണ്. അപ്പം ഈ ഹീറോ ആണെങ്കിൽ ഒരു കോടാലി എടുത്തിട്ട് ഈ മോൺസ്റ്ററുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും അവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ, അങ്കിളും പെൺകുട്ടിയൊക്കെ. എന്നാൽ മോൺസ്റ്ററുമായിട്ട് പോരാടുന്നത് ഈ ഹീറോയാണ്. ഒരു വെട്ട് ഈ മോൺസ്റ്ററിന് കൊടുക്കും കേട്ടോ മുഖത്തിട്ട്. എന്നാലുണ്ടല്ലോ ഈ മോൺസ്റ്റർ ഈ ഹീറോയെ തള്ളി ദൂരോട്ട് കളയാണ്. അങ്ങനെ ഹീറോ കുറെ കമ്പിയുടെ ഇടയിൽ പോയി മറിഞ്ഞു വീഴുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ ഈ ഹീറോയെ വെട്ടാൻ നിൽക്കുന്ന നേരം ഈ ഹീറോയിൻ ആണെങ്കിൽ അവിടുത്തെ ഫ്യൂസൊക്കെ കെട്ടിയിട്ട് സ്വിച്ച് ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പം അവിടുത്തെ ലൈറ്റ് എല്ലാം ഓണായി. അപ്പം കുറെ മോൺസ്റ്റർ എല്ലാം ചത്ത് തറയിൽ വീഴുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ വില്ലൻ പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. അവന്മാരാണെങ്കിൽ അവന്മാരുടെ റൂമിൽ ഇപ്പം മോൺസ്റ്റർ അവന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന തൊട്ടടുത്ത് വന്നേക്കാണ്. ഇതേ നേരം തന്നെയാണ് ലൈറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും ചത്തു വീഴുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സമാധാനപ്പെട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കണ്ണ് തുറക്കുന്നതായിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവര് ഒറിജിനൽ ജീവിതത്തിലോട്ട് വന്ന് കാണുമോ, അതോ ഇനി അത് എന്തെങ്കിലും പ്രാങ്ക് ആണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പം എല്ലാ എപ്പിസോഡും ഞാൻ ചെയ്യാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.